കോസ്റ്റ് പാർട്സിൻ്റെ ടയറിനൊക്കെ ഒരു എത്ര രൂപ? അപ്രോക്സിമേറ്റ് ടയേഴ്സിന് പെയറിനാകുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 45,000. 45,000 പെയറിന്. മാരക സാധനമായിരിക്കും. ഓടിച്ച് തന്നെ അറിയാം. വെയിറ്റ് എങ്ങനെ ആയിരിക്കും ഇതിൻ്റെ വണ്ടിയുടെ? ഇത് നമുക്ക് ആകെ വരുന്നത് 180 ചേഞ്ച് ചെയ്തിട്ടുണ്ട്. 180 kg. മാരക പവർ ടു വെയിറ്റ് റേഷ്യോ ആയിരിക്കില്ലേ? നമുക്ക് ഇവിടുന്ന് ഹീറ്റ് നമ്മുടെ കാലോട്ട് അടിക്കും. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഹീറ്റ് നമുക്ക്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മോട്ടോർ വാൾട്ട്. എന്താ എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഗൈസ്, ഇതേ നമ്മളിപ്പോൾ നിൽക്കുന്നത് ട്രയംഫിൻ്റെ ഷോറൂമിലാണ് കേട്ടോ. ട്രയംഫിൻ്റെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ മോഡൽസും ട്രയംഫിൻ്റെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഹാർലി ഡേവിഡ്സൻ്റെയും അതുപോലെ തന്നെ കവാസാക്കിയുടെയൊക്കെ ഷോറൂമിലൊക്കെ നമ്മൾ ഓൾറെഡി വിസിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. നമ്മളൊരു പ്രീമിയം ഷോറൂമിൻ്റെ, അതായത് പ്രീമിയം ബൈക്സിൻ്റെ ഷോറൂമിൽ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് അവിടെയുള്ള ബൈക്കുകളുടെ ഓൺ റോഡ് പ്രൈസും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു സീരീസാണ് നമ്മളിപ്പോൾ നിലവിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ട്രയംഫിൻ്റെ ഷോറൂമിൽ ട്രയംഫിൻ്റെ അഫോർഡബിൾ ആയിട്ടുള്ള ബൈക്കിനെ പറ്റിയിട്ടും ടോപ്പ് ബൈക്കിനെ പറ്റിയിട്ടും എന്തൊക്കെയാലും ഇന്നത്തെ വീഡിയോയിൽ പറയാം. അപ്പോൾ ട്രയംഫിൻ്റെ ഷോറൂമിൽ ഇതുവരെ കയറാത്തവർക്ക് ഈ വീഡിയോ കണ്ടാൽ കുറച്ച് ഐഡിയ കാര്യങ്ങൾ കിട്ടും. അപ്പോൾ നമ്മളിവിടെ ദേ ബ്രോ, ഹായ്. ഹർഷൽ സെയിൽസിലാണ്. ഓക്കെ. ബുദ്ധിമുട്ടുള്ള കാര്യം ഇപ്പോൾ എല്ലാവരും ബേസിക്കലി നമ്മുടെ നോർമൽ ബൈക്സിനെ അപേക്ഷിച്ച് അതിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്ത് പ്രീമിയം സെക്ടറിലേക്ക് വരുന്നുണ്ട്. കാര്യം ഇപ്പോൾ നമ്മൾ മുടക്കുന്ന എമൗണ്ടിന് വർത്തായിട്ടുള്ളൊരു പ്രോഡക്റ്റ് നമുക്ക് വേണം എന്നൊരു ആഗ്രഹം എല്ലാവർക്കും പിന്നെ ഉണ്ടായി തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ നമ്മൾ വാങ്ങിക്കുന്ന ഏത് വെഹിക്കിളാണെങ്കിലും അത് പെർച്ചേസിന് ആ വാല്യൂ ഉള്ളതാണ്, അല്ലെങ്കിൽ ആ വാല്യൂ ഉള്ളതേ നമ്മൾ എടുക്കുള്ളൂ എന്നുള്ള തീരുമാനങ്ങളിലേക്ക് ഇപ്പോൾ കസ്റ്റമർ എത്തുന്നുണ്ട്. അതെ, ബ്രാൻഡ് വാല്യൂ അവിടെ നോക്കുന്നുണ്ട്. അതെ. അപ്പം എങ്ങനെയാണ്, ഞാനൊരു കാര്യം ചോദിച്ചിട്ട് ഇപ്പം ട്രയംഫ് ആയതുകൊണ്ട് ചോദിക്കുകയാണ്, ഫസ്റ്റിൽ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള ബൈക്കിനെ പറ്റി പറയാം. നമുക്ക് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 4 സീരീസാണ് വരുന്നത്. അത് ബേസിക്കലി ക്ലാസിക്സ് ഉണ്ട്, പിന്നെ റോഡ്സ്റ്റർ എന്ന് പറഞ്ഞ കാറ്റഗറി, പിന്നെ ക്രൂസേഴ്സ് ഉണ്ട്, പിന്നെ അഡ്വഞ്ചർ സെഗ്മെന്റ്. അപ്പം ബേസിക്കലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന മോഡൽ നമ്മളിപ്പോൾ ഇവിടെ കാണുന്ന ട്രൈഡന്റ് എന്നുള്ള മോഡലാണ്. ട്രൈഡന്റ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതെ, നമ്മുടെ ഇപ്പോഴത്തെ എൻട്രി ലെവൽ മോഡലാണ്. അതിന് വരുമ്പോൾ ഓൺ റോഡ് നമുക്ക് വരുന്ന എമൗണ്ട് എന്ന് പറയുമ്പോൾ ഈ കാണുന്ന മോഡൽ ട്വിൻ കളറാണ്. ഇതിന് 925. ഓക്കെ. ഓൺ റോഡ് ആണോ? ഓൺ റോഡ്. ഓക്കെ. വെഹിക്കിളിന്റെ ബേസിക് സ്പെക് എന്ന് പറയുമ്പോഴത്തേക്ക് 660 cc, 81 bhp ആണ്. ഇത് കാണുന്ന ട്വിൻ കളറാണ്. ഇതിന്റെ സെപ്പറേറ്റ് സിംഗിൾ കളർ വരുന്നുണ്ട്. തൊട്ടടുത്ത് വരുന്ന സ്ട്രീറ്റ് ട്വിൻ എന്ന് പറഞ്ഞ മോഡൽ. സ്ട്രീറ്റ് ട്വിൻ അത് വരുമ്പോൾ 900 cc, 65 bhp. ഒരു ക്രൂസർ റെട്രോ ടൈപ്പ് അല്ലേ? റെട്രോ ക്ലാസിക് ആ ഒരു മോഡലാണ്. അതായത് ബേസിക് നമ്മുടെ റെട്രോ ലുക്സ് എല്ലാം തന്നെ ഉണ്ട് താനും, എന്നാൽ മോഡൽ സ്പെസിഫിക്കേഷൻസ് എല്ലാം വരുന്നുണ്ട്. 2 റൈഡിംഗ് മോഡ്സ് വരുന്നുണ്ട്. ഇതിലും നമ്മൾ ഏതൊക്കെ റൈഡിംഗ് മോഡാണ് വരുന്നത്? റെയിൻ ആൻഡ് റോഡ്. ABS-ൽ വരുന്ന വ്യത്യാസം? ABS-ൽ വരുന്നല്ല, ബേസിക്കലി ട്രാക്ഷൻ കൺട്രോളിൽ വരുന്ന ഡിഫറൻസ് ആണ്. പവറിൽ വ്യത്യാസം വരുമോ? പവറിൽ വ്യത്യാസം വരുന്നത് നമ്മൾ ഈ പറഞ്ഞ ട്രാക്ഷൻ കൂടുന്ന സമയത്ത് പവറിൽ ചെറിയൊരു വേരിയേഷൻ വരും. അതെ. ഇത് ഓൺ റോഡ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത് 1092 ഓൺ റോഡ്. ഓക്കെ. നമുക്ക് എല്ലാ വെഹിക്കിളും ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പ്രീമിയം കാറ്റഗറി എല്ലാം വരുന്നത് റൈഡ് ബൈ വയർ എന്നുള്ള ടെക്നോളജി. അതായത് നമുക്ക് ആക്സിലേറ്റർ കേബിളും സെൻസർ ആയിരിക്കും. അതെ. പിന്നീട് നമ്മുടെ വെഹിക്കിൾസ് എല്ലാം തന്നെ ലിക്വിഡ് കൂൾഡ്. എല്ലാം ഒന്നും നമുക്ക് എയർ കൂൾഡ് ആയിട്ടുള്ള ഒരു മോഡൽസും വരുന്നില്ല, ലിക്വിഡ് കൂൾഡ് തന്നെയാണ്. നമ്മളിപ്പോൾ ആദ്യം കണ്ട ട്രൈഡന്റ് നമ്മുടെ എൻട്രി ലെവൽ മോഡൽ, ക്ലാസിക് ലെവൽ എൻട്രി ലെവൽ മോഡലാണ് സ്ട്രേറ്റ് ട്വിൻ. ഇത് നമ്മുടെ ശേഷം വരുന്നത് T100 എന്ന് പറഞ്ഞ മോഡലാണ്. T100 വ്യത്യാസം വരുന്നത് ബോൺവില്ലെ ഈ സെയിം തന്നെയാണ്. T100 ഡെഡിക്കേറ്റഡ് ബോൺവില്ലെ 2 മോഡൽസ് ആണ്. T100 വരുന്നുണ്ട്, T120 വരുന്നുണ്ട്. അപ്പോൾ ഇത് T100 എന്നുള്ള മോഡലാണ്. ഇത് വരുമ്പോൾ ബേസിക് സ്പെക് എന്ന് പറയുമ്പോൾ 900 cc തന്നെയാണ്, 65 bhp തന്നെയാണ് വരുന്നത്. ഒരു റൈഡിംഗ് മോഡാണ്, റോഡ് എന്ന് പറഞ്ഞൊരു മോഡ് മാത്രമാണ് ആക്റ്റീവ് ആയത്. 62 bhp. 65. ഈ ട്രൈഡനിൽ കണ്ട അതാണോ അതോ നമ്മളെ സ്ട്രീറ്റ് ട്വിനിൽ കണ്ട അതേ എഞ്ചിൻ തന്നെയാണ്? അതേ സെയിം തന്നെയാണ്. പക്ഷേ വ്യത്യാസം വരുന്നത് കുറച്ചുകൂടി റിഫൈൻഡ് ആയിട്ടുള്ളതാണ്. ട്യൂണിങ്ങിൽ വ്യത്യാസമുണ്ട്, ചെറിയ സ്ലൈറ്റ് ഡിഫറൻസ് വരുന്നത്. അപ്പം ഇതിനകത്താകുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ പ്രോപ്പർ അപ്രൈറ്റ് എന്നല്ല, സ്ലൈറ്റ് ആയിട്ടൊന്ന് ലീൻ ചെയ്യേണ്ട ഒരു വെഹിക്കിളാണ്. ഇത് വരുമ്പോൾ പ്രോപ്പർ അപ്രൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കാം. അത് ക്ലാസിക് ഹെറിറ്റേജ് ലുക്ക് അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ടിട്ട് തന്നെയാണ്. അതായത് കാണുമ്പോൾ ആ ഒരു റെട്രോ സെയിം ആ ഒരു റൗണ്ട് ലൈറ്റും. പിന്നെ വ്യത്യാസം വന്നിരിക്കുന്നത് ഇപ്പോൾ അതിൽ ബ്ലാക്ക് എഡിഷൻ എന്ന് പറഞ്ഞൊരു മോഡൽ ഉണ്ടായിരുന്നു, കംപ്ലീറ്റ്ലി ബ്ലാക്ക്. അതെ, എഞ്ചിൻ ഉൾപ്പെടെ. അതെ. അപ്പോൾ ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് എത്ര? ഇത് ഓൺ റോഡ് വരുമ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ളത് 1216 വരുന്നുണ്ട്. 1216 ഇപ്പം നമ്മൾ ഈ പറയുന്ന ഓൺ റോഡ് പ്രൈസിലെല്ലാം തന്നെ
നോർമൽ 5 ഇയർ ഇൻഷുറൻസ്, റൂട്ട് ടാക്സ്, അതുപോലെ തന്നെ 2 ഇയർ റൂട്ട് സൈഡ് അസിസ്റ്റൻസ്, 2 ഇയർ എക്സ്റ്റൻഡഡ് വാറണ്ടിയും കൂടെ ചേർത്തിട്ടുള്ള എമൗണ്ടാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. അത് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നതാണോ അത് മാൻഡേറ്ററി ആണോ? ഈ എക്സ്റ്റൻഡ് ആയിട്ട് വാറണ്ടി എടുക്കേണ്ടത് കസ്റ്റമറിന് ഇഷ്ടമല്ലെങ്കിൽ മാൻഡേറ്ററി അല്ല. നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ ഒരു വിതിൻ 0 to 90 ഡേയ്സിൽ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. 90 ഡേയ്സിന് 2 ഇയറിൽ നമ്മളത് എൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എടുക്കാനുള്ള ഓപ്ഷനുണ്ട്. അതെ അതെ, അതുകൊണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എടുക്കാം. അതെ എടുക്കാം. അതിപ്പോൾ നമ്മളിപ്പോൾ വെഹിക്കിൾ എടുക്കുന്ന സമയത്ത് നമ്മൾ എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കുന്നില്ല എന്ന് വെച്ചു, അതിനുശേഷമാണെങ്കിൽ പോലും എടുക്കാം. ഈ 90 ഡേയ്സ് to 2 ഇയേഴ്സുള്ള ടൈമിലേക്കാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ എമൗണ്ടിൽ വ്യത്യാസം വരത്തുള്ളൂ. അതെ, അത് നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അടുത്ത മോഡൽ ഇതിപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ തന്നെ സിംഗിൾ കളർ മോഡലാണ്. ഒരു ഗ്ലോസി. അതെ, ഗ്ലോസി ചെയ്യും. ഇതിന് വരുമ്പോൾ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 9,09,000 രൂപ. 9,09,000. മറ്റേ 25,000 ആണ്. അതെ, 925. ആ കളറും നമ്മളിപ്പോൾ ഈ ഇരിക്കുന്ന കളറുണ്ട്. ഇത് കുറേ എനിക്ക് തോന്നുന്നു നമ്മുടെ ട്രയംഫിൻ്റെ ഇപ്പോഴത്തെ ഇന്ത്യയിലുള്ള വണ്ടികളിൽ വെച്ച് നോക്കുന്ന ടൈമിൽ റൈഡൻ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള വണ്ടിയാണ്. അതായത് നമ്മൾ നോർമൽ ഒരു 250, 300 അല്ലെങ്കിൽ 400 കാറ്റഗറിയിൽ നിന്ന് ഫ്ലൈറ്റ് അപ്ഗ്രേഡ് പ്ലാൻ ചെയ്യുന്ന കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ്. അതെ, അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അപ്പം അടുത്തത് ഒരു പ്രീമിയം ബൈക്ക് നോക്കാനാണെങ്കിൽ ഏതായിരിക്കും പറയാം? എൻ്റെ ഒരു ബേസിക് സജഷൻ, നമുക്കിപ്പോൾ വരുന്ന ഒരു വെഹിക്കിളിനെയും നമ്മൾ മോശം പറയാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിലുള്ള എല്ലാ പ്രോഡക്ട്സും അതിൻ്റേതായിട്ടുള്ള ക്യാരക്ടറും അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റിയും ഉണ്ട്. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഐഡന്റിറ്റി ഉണ്ട്. ഡെഫിനറ്റ്ലി. അപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ ചൂസ് ചെയ്യേണ്ടുന്ന കാര്യം, ഒരു വണ്ടി നമുക്ക് മാച്ച് ആണോ എന്നതിലൊരു ഉപരി, അതായത് വണ്ടിക്ക് നമ്മുടെ റിക്വയർമെന്റ്സ് മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. നമുക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തരുടെ റൈഡിംഗ് പാറ്റേൺ ഡിഫറെന്റ് ആയിരിക്കും. എനിക്ക് ചിലപ്പോൾ ലോങ് റൈഡ് പോകാനായിരിക്കും താല്പര്യം, ചിലർക്ക് ഷോർട്ട് റൈഡ്, സിറ്റി റൈഡ്സ് അങ്ങനെയുള്ള, ചിലർക്ക് റാഷ് ഡ്രൈവ്, ചിലർക്ക് കുറച്ചും കൂടി ത്രോട്ടിൽ കൊടുത്ത് അങ്ങനെ പോകാനായിട്ടുള്ള റാഷ് ഡ്രൈവ് എന്ന് പറയാൻ ചിലർ അത് ഇഷ്ടമാണല്ലോ. അപ്പോൾ ചിലർക്ക് ത്രോട്ടിൽ നല്ല രീതിയിൽ കൊടുത്ത് യൂസ് ചെയ്യാനുള്ളതായിരിക്കും. നമ്മുടെ യൂസ് അനുസരിച്ചുള്ള വണ്ടി ചൂസ് ചെയ്യാന്നുള്ളതാണ്. അത് നമ്മളിപ്പോൾ ഈ കാണുന്ന മോഡൽ സ്ക്രാമ്പിളർ, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ളൊരു വണ്ടി ആണെന്ന് തോന്നുന്നു ട്രയംഫിന്റെ കൂട്ടത്തിൽ. കാര്യം ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് നോർമൽ റോഡ് ട്രിപ്പിന് യൂസ് ചെയ്യാം, നമുക്ക് ഓഫ് റോഡ് സെഗ്മെന്റിലായിട്ടും യൂസ് ചെയ്യാം. അതെ അതെ. ഇതിന്റെ എക്സോസ്റ്റ് നോട്ട് ഒന്ന്, ഇതിന്റെ ഇപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ വെഹിക്കിൾസ് ഒന്നും തന്നെ PDA ചെയ്തിട്ടില്ല. നമുക്ക് ടെസ്റ്റ് റൈഡ് വെഹിക്കിൾസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മോഡൽ. അപ്പോൾ ഈ PDA ചെയ്യാത്ത വണ്ടി നമ്മൾ സ്റ്റാർട്ട് ആക്കാൻ പറ്റത്തില്ലല്ലേ? ഓണാക്കത്ത് പോലില്ല. ഇത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെഹിക്കിൾ വന്നതിന് ശേഷം അൺലോഡ് ചെയ്ത് നേരെ ഷോറൂമിനകത്ത് കയറ്റി പോളിഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ PDA ചെയ്യുന്ന ടൈമിൽ മാത്രമേ ഇതിന്റെ ബാറ്ററി കമ്മീഷൻ ചെയ്യുള്ളൂ. അതിനുശേഷമാണ് ഇതിന്റെ ഫ്യൂൽ പമ്പ് വരെ ആക്റ്റീവ് ആകത്തുള്ളൂ. നമ്മൾ അങ്ങനെ കാര്യം കസ്റ്റമറിന്റെ പേയ്മെന്റ് കംപ്ലീറ്റ് വന്നതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ പോലെ അതിപ്പോൾ ട്രയംഫ് എല്ലാ ഷോറൂമിലും അങ്ങനെ തന്നെ ആയിരിക്കും. ഒരുവിധം എല്ലാ ഷോറൂമുകളിലും അങ്ങനെ ആയിരിക്കണമല്ലേ? ഓക്കെ. കേരളത്തിൽ എനിക്കൊന്ന് പറഞ്ഞേ ഉള്ളൂ. ട്രയംഫിന്റെ ഷോറൂം നമുക്ക് കേരളത്തിൽ വൈറ്റില, കൊച്ചിയിൽ ഇവിടെ മാത്രമേ നിൽക്കുന്നത്. നമുക്കിപ്പോൾ ഇതിനകത്ത് വരുമ്പോൾ ഇത് ബേസിക്കലി ഒരു സെമി ഓഫ് റോഡ് ടൈപ്പ് വെഹിക്കിളാണ്. സെമി ഓഫ് റോഡ്, ക്ലാസിക് ലുക്സും ഉണ്ട്. സ്ക്രാമ്പിളർ ആ ഒരു ടൈപ്പ് ആണല്ലോ. തീർച്ചയായിട്ടും. അത് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഹാൻഡ്ലിങ് വേണ്ടുന്നത് ആ രീതിയിലായിരിക്കും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വണ്ടി മാറും. അതെ. ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് എത്ര? ഇതിന് ഓൺ റോഡ് വരുമ്പോൾ 1292. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന വണ്ടി ഒരു ലിമിറ്റഡ് എഡിഷൻ മോഡലാണ്. ഈ കളറാ? അതെ, സാൻഡ്സ്റ്റോം എഡിഷൻ എന്ന് പറഞ്ഞ മോഡൽ. സാൻഡ്സ്റ്റോം വ്യത്യാസം വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഈ ഒരു സ്പെഷ്യൽ പെയിന്റ് സ്കീം വേൾഡ് വൈഡ് ഒരു 775 നമ്പേഴ്സ് മാത്രമേ 775 അതിലൊന്നും വേൾഡിൽ. അപ്പം നമുക്ക് ഇതിനകത്ത് വ്യത്യാസം വന്നിരിക്കുന്നത് സാധാരണ സ്റ്റോക്ക് വെഹിക്കിളിൽ നിന്ന് വ്യത്യാസമായിട്ട് ഫ്രണ്ടിൽ ഈ ഒരു ബീക്ക്, ഈ ഒരു ഹെഡ്ലൈറ്റ് ഗ്രില്ല്, എൻജിന് താഴെ വരുന്ന സം പ്ലേറ്റ്, പിന്നെ കളർ സ്കീം ഇല്ല. പിന്നെ ട്രയംഫിന്ന് ഡയറക്റ്റ് നമുക്ക് ഈ ഒരു സ്പെഷ്യൽ എഡിഷൻ എടുക്കുന്ന കസ്റ്റമേഴ്സിന് ട്രയംഫിന്റെ സ്പെഷ്യൽ സർട്ടിഫിക്കേഷൻ ഉണ്ടാവും. So and so person is handling this vehicle, its number, engine number എല്ലാം വെച്ചിട്ട് സ്പെഷ്യൽ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലേ? അത് വലിയൊരു അംഗീകാരം പോലെ. തീർച്ചയായും. അപ്പോൾ ഞാൻ കഴിഞ്ഞിട്ട് ഞാൻ ഇത് യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഹീറ്റ് നമ്മുടെ കാലോട്ട് അടിക്കാം. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഹീറ്റ് നമുക്ക് വരാതിരിക്കാനായിട്ടുള്ള പ്രൊട്ടക്ഷൻ വെഹിക്കിളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത് പ്രൊട്ടക്ഷൻ അല്ലേ? അതെ അതെ അതെ. ഇത് ബേസിക്കലി ഇതിനകത്തൊരു 4 ലെയർ അടുപ്പിച്ച് വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ കാണുന്ന അല്ലാതെ ഒരു 4 ലെയർ അകത്ത് വരുന്നുണ്ട്. സോ 5 ലെയർ ആണ്. അപ്പോൾ എങ്കിൽ പോലും നമുക്ക് ഈ ഒരു സെഗ്മെന്റ് ഓഫ് വെഹിക്കിൾസിൽ നമുക്ക് സ്ലൈറ്റ് ഹീറ്റ് എന്തായാലും ഈ പറഞ്ഞ മോഡൽ സൂപ്പർ ബൈക്ക് അല്ലേ, 900cc, അതിന്റെ ഒരു സ്ലൈറ്റ് ഹീറ്റ് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ വേണം ഈ വണ്ടി എടുക്കാൻ. അത് മാത്രമല്ല നമ്മളൊരു പരിധി വിട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാം കുറച്ചൊക്കെ ഒന്ന് കോംപ്രമൈസ് ചെയ്യണം. നമ്മൾ റൈഡ്സ് എടുക്കുന്ന സമയത്ത് എപ്പോഴും അറ്റ്ലീസ്റ്റ് ഒരു 95-100 കിലോമീറ്റേഴ്സിന് ഇടയ്ക്ക് വെച്ചിട്ട് വെഹിക്കിൾ ഒരു കോൾ ഓഫ് ടൈം കൊടുക്കണം. ഇപ്പോൾ നല്ലതാണ് എല്ലാ ബൈക്കും. അതെ അതെ. സൂപ്പർ ബൈക്കുന്നില്ല എല്ലാ ബൈക്കിനും ഒരു 95-100 കിലോമീറ്റേഴ്സിൽ ഒരു കോൾ ഓഫ് ടൈം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ പറഞ്ഞ പോലെ വെഹിക്കിളിന്റെ ആ ഒരു ഓവർ ഹീറ്റിംഗ് സംഭവങ്ങളൊക്കെ ഒഴിവാക്കാം. അതെ അതെ, ലൈഫും കൂടും. അതെ തീർച്ചയായിട്ടും.
നമ്മളിപ്പോൾ ഈ അടുത്ത കാണുന്നത് ബോണി T100 എന്ന് പറഞ്ഞ മോഡലിൻ്റെ തന്നെ ഒരു ഗോൾഡ് ലൈൻ എന്ന് പറഞ്ഞ എഡിഷനാണ്. അതുപോലെ ലിമിറ്റഡ് ആണ്. എഡിഷനാണ്. ലിമിറ്റഡ് എഡിഷൻ ആണ്. ലിമിറ്റഡ് എഡിഷൻ അല്ല, ഇത് സ്പെഷ്യൽ എഡിഷൻ ആയിട്ട് വന്നിരിക്കുക. സ്പെഷ്യലി ഇതെല്ലാം ഹാൻഡ് ക്രാഫ്റ്റ്, ഇതെല്ലാം ഹാൻഡ് ക്രാഫ്റ്റ് അല്ലേ? ഹാൻഡ് പെയിന്റഡ്. ഇതെന്താ ഇതാണ് ഗോൾഡ് ലൈൻ എന്ന് പറഞ്ഞ സ്പെഷ്യൽ എഡിഷൻ ആണ്. അപ്പോൾ ഈ വെഹിക്കിള് നമ്മുടെ സാധാരണ മോഡലിനെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ സ്പെക്കിലൊന്നും തന്നെ വ്യത്യാസമില്ല. കളർ സ്കീമിൽ വന്നിരിക്കുന്ന ഡിഫറൻസ് ആണ് കുറച്ചുകൂടെ പ്രീമിയം ഫീല് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു സെഗ്മെന്റിൽ വരുമ്പോഴത്തേക്ക് ഡിഫറൻസ് വരുന്നത് ഒരു അപ്രോക്സിമേറ്റ് ഒരു 60,000 to 80,000 ഡിഫറൻസ് വരുന്നുണ്ട്. 60,000 to 80,000 പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട്. ഈ കളർ മാത്രം. അതെ. അപ്പോൾ അതും ഇത് T100 ഡിഫറെന്റ് ട്വിൻ കളറാണ്. ഇതിൻ്റെ തന്നെ T100 തന്നെ ട്വിൻ കളർ വരുന്നത് നമ്മൾ ആദ്യം കണ്ട സിംഗിൾ കളറാണ്. അത് ബ്ലാക്ക് അല്ലേ? ഇത് T120 എന്ന് പറഞ്ഞ മോഡൽ, ബോണിവിൽ T120. കളറിലാണ് വരുന്നത്? അല്ലല്ല, ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് സ്പെക്കിൽ വ്യത്യാസം വരുന്നത് 1200 cc. 1200 ഇതിന്റെ തന്നെ 1200. BHP എങ്ങനെ? ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് 81 BHP. 81. അതെ. ഓക്കെ. വ്യത്യാസം വരുന്നത് ഫ്രണ്ടിൽ ഡ്യുവൽ ഡിസ്ക് ഉണ്ട്. ഡ്യുവൽ ഡിസ്ക് ഉണ്ടല്ലേ? ഫ്രണ്ട് ഡ്യുവൽ ഡിസ്ക് ആണ്. അതിന്റെ റൈഡ് ഇലക്ട്രോണിക്സ് ഒക്കെ എങ്ങനെ നമുക്ക് വരുന്നത്? നമുക്ക് DRLs വരുന്നുണ്ട് ഫ്രണ്ടിലല്ലേ? അതെ. പിന്നെ വ്യത്യാസം ഇതിൽ 2 റൈഡിംഗ് മോഡ്സ് ഉണ്ട്. ഏതൊക്കെ? ഇത് റെയിൻ ആൻഡ് റോഡ് തന്നെയാണ്. ഇതിൽ പക്ക റെട്രോ കൺട്രോളും കൂടി വരുന്നുണ്ട്. ക്രൂസ് കൺട്രോളും വരുന്നുണ്ട്. ക്ലാസിക്സിൽ ഈ ഒരു സെഗ്മെന്റിൽ വരുന്ന ക്രൂസ് കൺട്രോൾ ഉള്ള വേർഷൻ ആണല്ലേ? ലോങ് റൈഡിലൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ആയി. അത് മാത്രമല്ല ഇത് പക്ക ഒരു റെട്രോ ലുക്ക് കൊടുക്കുന്നുണ്ട് വണ്ടി. അതിന്റെ ഇൻസ്റ്റന്റ് ഡ്യുവൽ ടെക്നോമീറ്റർ തന്നെയാണ് നമുക്ക് ബാക്കി T100ലും വരുന്നത്. വ്യത്യാസമുള്ളത് ഇതിനകത്ത് 2 റൈഡിംഗ് മോഡ്സ്, പിന്നെ ഈ പറഞ്ഞ നമ്മുടെ ക്രൂസ് കൺട്രോൾ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിക് സെഗ്മെന്റ് ഈ ഒരു സീരീസ് ടൈപ്പ് വെഹിക്കിൾസിൽ നമുക്ക് പിന്നീട് ഒരു അപ്ഗ്രേഡ് തോട്ട് ഫീൽ ചെയ്യത്തില്ല. 1200 T120 ആണെങ്കിൽ നമുക്ക് സ്റ്റിൽ നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. തീർച്ചയായും. പിന്നെ വേറെ നമുക്ക് നെക്സ്റ്റ് സെഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ട സ്ട്രീറ്റ് ട്വിന്നിന്റെ എൽഡർ ബ്രദർ എന്ന് വേണമെങ്കിൽ പറയാം. സ്പീഡ് ട്വിൻ എന്നുള്ളതാണ്. സ്പീഡ് ട്വിൻ. ഇത് കുറച്ചുകൂടി സ്പോർട്ടി വെർഷൻ ആയില്ലേ? ഇത് സ്പോർട്ടി ആണ്, കുറച്ചും കൂടി അഗ്രസീവ് മെഷീനാണ്. അതെങ്ങനെ? നമുക്ക് 1200 cc 100 bhp അതിന്റെ തന്നെ കുറച്ചുകൂടി പവർ കൂട്ടി. അതെ. ഇപ്പൊ നമ്മൾ ഈ കണ്ട ബ്ലാക്കിന്റെ അതെ നമ്മൾ ആദ്യം കണ്ട സ്ട്രീറ്റ് ട്വിൻ ക്ലാസിക്സിൽ ഫസ്റ്റ് മോഡൽ എന്ന് പറഞ്ഞു, അതിന്റെ തന്നെ 1200 cc 100 bhp വെഹിക്കിൾ. 100 bhp 3 റൈഡിംഗ് മോഡ്സ്, റെയിൻ, റോഡ്, പിന്നെ സ്പോർട്ട് മോഡുണ്ടല്ലേ? കുറച്ചും കൂടി നമുക്ക് വെഹിക്കിൾ എൻജിൻ ഫ്രീ ആവും. അതെ, ഫൺ ടു ഡ്രൈവ്. അതെ. ഓക്കെ. ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് എത്ര? ഇത് ഓൺ റോഡ് വരുമ്പോൾ ഇപ്പോൾ 1430. 1430. 1430. ഈ പറഞ്ഞ എല്ലാ ഇൻഷുറൻസും എല്ലാം ഈ പറഞ്ഞ എല്ലാ വണ്ടിക്കും അത് തന്നെ ഉണ്ടല്ലേ? നമ്മളിപ്പോൾ പറഞ്ഞ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് നോർമൽ വെഹിക്കിൾ വാറണ്ടി 2 year അൺലിമിറ്റഡ് കിലോമീറ്റർ ആണ്. ഇത് അഡീഷണൽ 2 year കൂടി വരുന്നുണ്ട്. സോ 4 year അൺലിമിറ്റഡ് കിലോമീറ്റർ. അത് നമ്മുടെ RSന്റെ തന്നെ സ്പീഡ് ട്രിപ്പിൾ എന്നുള്ള മോഡലാണ്. സ്പീഡ് ട്രിപ്പിൾ അതായത് 3 വേർഷൻ ഉണ്ടല്ലോ നമ്മുടെ. അതായത് സ്ട്രീറ്റ് ട്രിപ്പിൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, മുമ്പത്തെ 675 765 എല്ലാം കണ്ടിട്ടുണ്ടാവും. ഇത് അതിന്റെ തന്നെ 1200 വേർഷനാണ്. 1200 വേർഷൻ. അതിപ്പം നമ്മുടെ സ്ട്രീറ്റ് ട്രിപ്പിൾ എത്ര വേർഷൻ ഉണ്ട്? സ്ട്രീറ്റ് ട്രിപ്പിൾ നമുക്കിപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള 3 വേർഷനാണ്. സ്ട്രീറ്റ് ട്രിപ്പിൾ എന്ന് പറയുമ്പോൾ സ്ട്രീറ്റ് ട്രിപ്പിൾ RSും വരുന്നുണ്ട്. വ്യത്യാസം വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് സ്ട്രീറ്റ് ട്രിപ്പിൾ R എന്ന് പറയുമ്പോൾ 765 cc 118 bhp, RS വരുമ്പോഴത്തേക്ക് 765 cc 124 bhp. ഭയങ്കര അഗ്രസീവ്. അതായത് സ്പെഷ്യലി നമ്മൾ അതിന്റെ വെയിറ്റ് എത്ര അത് നമുക്ക് കാണാം അവിടെ ഇരിപ്പുണ്ടല്ലേ? നമുക്കത് ബേസിക്കലി സ്ട്രീറ്റ് ട്രിപ്പിൾ RS എന്ന് പറയുമ്പോൾ ഒരു ട്രാക്ക് വേർഷൻ അല്ലേ? ഓക്കെ. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റോഡ് അത്യാവശ്യം നമുക്ക് ഈ പറഞ്ഞ ടയേഴ്സ്, നോർമൽ ടയേഴ്സ് മാറ്റി സോഫ്റ്റ് കോമ്പൗണ്ട് ടയേഴ്സ് ഒക്കെ ആണെങ്കിൽ ട്രാക്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ അതിനെക്കാളും ട്രാക്ക് വേർഷനാണ് ഇത്. അതിനെക്കാട്ടിയും കുറച്ചും കൂടി അഗ്രസീവ് ആയിട്ടുള്ള മോഡൽ RSനെക്കാട്ടിലും. അതെ. അതിൽ വന്നിരിക്കുന്നത് കാർബൺ ഫൈബർ. ഇത് കാർബൺ ഫൈബർ ആണ്, പ്യൂർ കാർബൺ ഫൈബർ ആണ്. ഓ മൈ ഗാഡ്. ഇത് ഈ മഡ്ഗാർഡ് മൊത്തം ഇല്ലേ? അതെ. പിന്നീട് വരുമ്പോഴത്തേക്ക് നമുക്ക് വ്യത്യാസം വരുന്നത് ഒലിൻസിന്റെ സസ്പെൻഷൻ ആണ്. ഒലിൻസിന്റെ ഇലക്ട്രോണിക് അഡ്ജസ്റ്റബിൾ ആണ്. ഇലക്ട്രോണിക്കലി അല്ല, മാനുവൽ ആണല്ലേ? ഇത് നമുക്ക് വരുമ്പോൾ ഇതിനകത്ത് റെയർ സസ്പെൻഷനും അതുപോലെ തന്നെ ഡാമ്പിങ്ങും പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് നമുക്ക് സിംഗിൾ സീറ്റർ അല്ലേ? അല്ല, ഇതിന് നമുക്ക് ഇതൊരു കൗള ആഡ് ചെയ്തിരിക്കുകയാണ്. ഇതിനകത്ത് നമുക്ക് റെയർ സീറ്റ് ഉണ്ട്. അതിന്റെ മേളിൽ കൂടി കൗള ആഡ് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. റെയർ സീറ്റ് ഉണ്ട്. എനിക്ക് കുറച്ചുകൂടെ സിംഗിൾ സീറ്റ് ആണെങ്കിൽ കുറച്ച് കംഫർട്ട്. സോളറൈഡ് ആണ്. ഇതിന്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയാ? അതിന്റെ BHP കണക്കൊക്കെ നമ്മളത് റൈഡ് ചെയ്ത് തന്നെ നോക്കണം. അതെ. RS ഓടിച്ച് തന്നെ കിളി പോയിരിക്കുന്നവരാ ഭൂരിഭാഗവും.
ശരിക്കും ഇത് ബേസിക്കലി സോഫ്റ്റ് കോമ്പൗണ്ട് ടയർസ് എല്ലാം വെച്ചിട്ട് ട്രാക്ക് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു മെഷീനാണ്. ഞാൻ വെച്ചിട്ട് ഇതിൻ്റെയൊക്കെ എക്സ്പെൻസ് എങ്ങനെയായിരിക്കും ഈ വണ്ടിയുടെയൊക്കെ? എക്സ്പെൻസ് ഉദ്ദേശിക്കുന്നത് സർവീസ് കോസ്റ്റ്, പാർട്സിൻ്റെ, ടയറിനൊക്കെ ഒരു എത്ര രൂപ വരും? അപ്രോക്സിമേറ്റ് ടയർസിന് പെയറിനാകുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 45 ഒക്കെ വരും. 45,000 പെയറിന്. എത്ര ലൈഫ് എത്ര വരും? അത് ഈ പറഞ്ഞ പോലെ സോഫ്റ്റ് കോമ്പൗണ്ട് ടയർസ് ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാറ്റഗറി പോലെ നമ്മൾ ട്രാക്കിലാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ഒരു 5,000-6,000 കിലോമീറ്റർ മാറണം. നോർമൽ റോഡിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കെയർ ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ അപ് ടു 8,000 വരെ കിട്ടൂലേ? അതൊക്കെ നല്ലൊരു കണക്കാണ് 8,000 ആണെങ്കിൽ. അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഓൺ പേപ്പർ ഇതിൻ്റെ BHP ഒക്കെ എങ്ങനെയാണെന്ന് പറയാം? BHP വരുമ്പോഴത്തേക്ക് ഒരു ഊഹം കിട്ടാൻ വേണ്ടിയിട്ട്. അതെ 180 PS ആണ് നമ്മൾ PS പറയുന്നത്. BHP പറയുമ്പോൾ ഏകദേശം 178 മാരക സാധനമായിരിക്കും. ഓടിച്ചു തന്നെ അറിയാം. വെയിറ്റ് എങ്ങനെ ആയിരിക്കും ഇതിൻ്റെ വണ്ടിയുടെ? ഇത് നമുക്ക് ആകെ വരുന്നത് 180 ചേഞ്ച് ചെയ്തിരുന്നത്. 180 kg. മാരക പവർ ടു വെയിറ്റ് റേഷ്യോ ആയിരിക്കുമല്ലേ? എന്തൊക്കെയാലും സ്ട്രീറ്റ് ട്രിപ്പിലേക്ക് വരുമ്പോഴത്തേക്കാണെങ്കിൽ പോലും ഇത് എങ്ങനെയുള്ള ഒരു വണ്ടി എടുക്കണമെന്ന് ബ്രോ എന്നാലും പറയുന്നത്? അതായത് കാറ്റഗറി ഏത് വണ്ടീന്ന് അപ്ഗ്രേഡ് ചെയ്യുന്നവരായിരിക്കണം? ഇലക്ട്രിക് ക്ലാസ് വെഹിക്കിൾ നോക്കുന്ന കസ്റ്റമേഴ്സിന് നേക്കഡ് വേർഷൻ അല്ലെന്നുണ്ടെങ്കിൽ ട്രാക്ക് ടൈപ്പ് യൂസ് ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ എന്തൊക്കെയാലും മാരക ഐറ്റം 180 കിലോ മാത്രമേ ഉള്ളൂ. 180 BHP ഉണ്ട്. മാരക പവർ ടു വെയിറ്റ് റേഷ്യോ ഇല്ലേ? പെട്ടെന്ന് ഒരാൾക്ക് വന്നിട്ട് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഒരു ബിഗിനറെ സംബന്ധിച്ച്. അതെ, അത് വളരെ കെയർഫുൾ ആയിരിക്കണം. കാര്യം അതിൻ്റെ ഒരു ത്രോട്ടിൽ റെസ്പോൺസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നതിന് അപ്പുറം. അതെ 180 BHP മാത്രമല്ലല്ലോ, അതിൻ്റെ വെയിറ്റ് കൂടെ നമ്മൾ നോക്കണ്ടേ? ശരിക്കും പറഞ്ഞാൽ ഈ മോഡൽ സ്ട്രീറ്റ് ഇങ്ങോട്ട് നമുക്ക് വെട്ടം. പറ. ഇത് നമ്മൾ നേരത്തെ കണ്ടത് തന്നെ തേർഡ് വേർഷൻ സ്ട്രീറ്റ് ട്രിപ്പിൾ R എന്ന് പറഞ്ഞ മോഡലാണ്. 765 cc. BHP വരുന്നത് 118 BHP. 118. ഓടിച്ചവരെല്ലാം നല്ല പേടിപ്പെടുത്തുന്ന ഇതാ പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു റെസ്പോൺസ് നമ്മൾ കൊടുക്കുന്ന വെഹിക്കിളിനോട് കൊടുക്കുന്ന റെസ്പോൺസ് അനുസരിച്ചിരിക്കും നമുക്ക് കിട്ടുന്നത്. അതെ 1191. നമ്മൾ അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് പറഞ്ഞായിരുന്നു. അതിൻ്റെ ഓൺ റോഡ് വരുമ്പോഴത്തേക്ക് 23 23 ലക്ഷം. ഇത് 11. ഇത് 1191. 12 അതിനടുത്ത് വരും. ഇനി അടുത്ത് പറയാനുള്ള വണ്ടി ഏതാ നമുക്ക്? ഇത് നമുക്ക് നമ്മളുടെ ഇപ്പോൾ നമ്മളുടെ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും ടോപ്പ് വേർഷനാണ്. റോക്കറ്റ് ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും ടോപ്പ് വേർഷനാണ്. ഫ്ലാഗ്ഷിപ്പ് അല്ലേ ഇത്? GT അല്ലല്ലോ സാധാ? ഇത് നമ്മൾ 3R എന്ന് പറഞ്ഞ മോഡൽ. നമുക്ക് 2500 cc ആണ്. ഇതില്ല നമ്മുടെ വേൾഡിലെ പ്രൊഡക്ഷൻ ബൈക്കിൽ ലാർജസ്റ്റ് എഞ്ചിൻ CC എത്ര? 2500. ഇത് 2500 cc നമുക്ക് വരുമ്പോഴത്തേക്ക് 167 BHP. 167. ഓക്കെ. ഇതിൻ്റെ വെയിറ്റ് എങ്ങനെ വരും? 221. വെയിറ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് 289 വരുന്നുണ്ട്. 289 കുറച്ച് ഹെവിയാണ്. 289 അല്ല 298. 298 300-നടുത്ത് വരും. പഴയ മോഡലിനെ കാട്ടിയും ഏകദേശം ഒരു 40 kg ലെസ് ചെയ്തിട്ടാണ് പുതിയ മോഡൽ വന്നിരിക്കുന്നത്. അല്ലേ? അത് അപ്പം ഇത് റോക്കറ്റ് എന്നില്ല എൻ്റെ പേര്. അപ്പം അതിനനുസരിച്ചുള്ള വെയിറ്റ് എന്തൊക്കെയാലും വേണം. അപ്പം ടോർക്ക് അല്ലേ മെയിൻ? ഇത്രയും വെയിറ്റ് ഉള്ള വണ്ടിയല്ലേ, അതനുസരിച്ച് ടോർക്ക്. ലാർജസ്റ്റ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ടോർക്കുള്ളൊരു വണ്ടിയാണെന്ന് തോന്നുന്നു. നമുക്കിതിപ്പോൾ ബേസിക്കലി ഇപ്പോൾ കാണുന്ന വെഹിക്കിൾ പഴയതിൽ ഒത്തിരി ലൈറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാൻഡ്ലിംഗ് ആണെന്ന്. 3 സിലിണ്ടർ അല്ലേ? അതെ 2500 cc ഇവിടെ ആയിട്ടുണ്ട്. ഹാൻഡ്ലിങ് എങ്ങനെയാണ്? അത്യാവശ്യം പഴയതിനെക്കാട്ടിയും കുറച്ചും കൂടി വെയിറ്റ് കുറഞ്ഞത് കൊണ്ടിട്ട് ശരിക്കും ഹാൻഡിൽ ചെയ്യാനായിട്ട് കുറച്ചും കൂടി ഈസിയാണ്. നമുക്ക് ആ വെയിറ്റ് നമുക്ക് ഓടിക്കുന്ന ടൈമിൽ ഫീൽ ചെയ്യത്തില്ലല്ലേ? ഫീൽ ചെയ്തില്ല. റൈഡ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ വണ്ടിയുടെ വെയിറ്റ് ഫീൽ ചെയ്യത്തില്ല. ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് എക്സ്പീരിയൻസ് ആണ്. അത് എന്തെങ്കിലും ഓടിച്ച് തന്നെ അറിയണം. തീർച്ചയായിട്ടും. ടെസ്റ്റ് ഡ്രൈവ് കണ്ടോ? ഇത് നമുക്കിപ്പോൾ കറന്റ് ടെസ്റ്റ് റൈഡ് ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ടൈഗർ 1200 അല്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞ റോക്കറ്റ് 3R വെഹിക്കിളിനെ പറ്റി അറിഞ്ഞ് തന്നെയാണ് കസ്റ്റമേഴ്സ് വരുന്നത്. ടെസ്റ്റ് ഡ്രൈവ് ആയിട്ടല്ല. ടൈഗർ ഉണ്ടോ? ടൈഗർ നമുക്ക് ടെസ്റ്റ് റൈഡ് വെഹിക്കിൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ഉണ്ടോ? ടൈഗർ നമുക്ക് ഇപ്പോൾ കറന്റ് നമ്മളിൽ സ്റ്റോക്ക് അവൈലബിൾ അല്ല. അപ്പം ഇനി വരുന്ന മോഡൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് ടൈഗറിന്റെ എല്ലാ വേരിയൻസും നമ്മളിൽ അവൈലബിൾ ആയിരുന്നു. ഇപ്പോൾ സോൾഡ് ഔട്ട് ആയി. ഇനി ഒരു വിതിൻ 2.5 months ഗ്യാപ്പിൽ നമുക്ക് വെഹിക്കിൾസ് എല്ലാം തന്നെ വരുന്നുണ്ടല്ലേ? ടൈഗറിന് നമുക്കിപ്പോൾ വരുന്നത് 4 വേരിയൻസ് ആണ്. അതായത് ബേസിക് ടൈഗറിന്റെ വേരിയന്റ് വരുന്നത് ടൈഗർ 850 സ്പോർട്ട് എന്നുള്ള മോഡൽ. ഓൺ റോഡ് വരുമ്പോഴത്തേക്ക് ഒരു 1558 ഉണ്ട്. പിന്നെ വരുന്നത് ടൈഗർ 900ന്റെ ഒരു 3 വേരിയൻസ് ആണ്. അത് ടൈഗർ GT എന്നുള്ള വേരിയന്റ് വരുന്നുണ്ട്. പിന്നെ റാലി പ്രോ GTയും നമ്മളുടെ ഈ പറഞ്ഞ 850 സ്പോർട്ടും നമുക്ക് വരുമ്പോഴത്തേക്ക് ഒരു ബേസിക് റോഡ് ടൂറിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡൽ. റോഡ് ടൂറിങ്ങിന് വേണ്ടിയിട്ട്. അതായത് ഓഫ് റോഡ് കേപ്പബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് റോഡ് കേപ്പബിൾ ആണ്. എങ്കിൽ പോലും നമ്മളിപ്പോൾ ഡെഡിക്കേറ്റഡ് ഓഫ് റോഡിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഈ പറഞ്ഞ റാലി അല്ലെങ്കിൽ റാലി പ്രോ എടുക്കേണ്ടതായിട്ട് വരും.
ഓപ്ഷൻ ഉണ്ടല്ലോ എന്തൊക്കെയാലും അത്. തീർച്ചയായിട്ടും. കാര്യം വ്യത്യാസം വരുന്നത് നമുക്ക് ലോങ് സസ്പെൻഷൻ ട്രാവലും അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ക്ലിയറൻസിന് ഏകദേശം സെയിം ആണ്. എങ്കിൽ പോലും കുറച്ചുകൂടി നമുക്ക് സസ്പെൻഷൻ ട്രാവൽ കൂടുതലുള്ളതും അതുപോലെ തന്നെ ട്യൂബ്ലെസ് വീൽസ് വിത്ത് സ്പോക്സ്. അതെ അതെ. ഓഫ് റോഡ് എന്ന് പറയുമ്പോൾ സ്പോക്ക് വീലാണല്ലോ ആണ് എല്ലാവരുടെയും ആ കൺസെപ്റ്റ് തന്നെയാണ് ഇതിലും വരുന്നത്. മറ്റേത് അലോയ്സ് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് യൂസ് ചെയ്യാം, കുഴപ്പമില്ല. കാര്യം ടൈഗർ 850യും അതുപോലെ തന്നെ ഈ പറഞ്ഞ GT എന്നുള്ള മോഡലും സ്ലൈറ്റ് ഓഫ് റോഡിങ്ങിന് വേണ്ടിയിട്ട് കസ്റ്റമേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഫീഡ്ബാക്ക് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തെങ്കിലും നന്ദി, ഇത്ര നേരം നമുക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്ത്. സന്തോഷം. എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ട്രാംപ് കൊച്ചിയുടെ പേജ് ട്രാംപ് കൊച്ചിയുടെ കോൺടാക്ട് നമ്പർ ഓൺലൈൻ ഇപ്പോൾ ഇവിടെ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നമ്പർ കൊടുത്തേക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി. പേരെങ്ങനെയായിരുന്നു ബ്രോ? പേര് ഹർഷൽ എന്നാണ്. ഹർഷൽ. ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒരു ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്താൽ മതി അല്ലേ? തീർച്ചയായിട്ടും. പുള്ളി നെറുപ്പില്ലെന്നോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം.